ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി വീഡിയോ ആണ്. നമ്മുടെ ചെടി നടുന്നത് റൂട്ടൊക്കെ പെട്ടെന്ന് നമുക്ക് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് അലോവേറ. നമ്മുടെയൊക്കെ വീട്ടിൽ കാണുമല്ലോ അലോവേറ. അപ്പോൾ ഇതുപോലെ ഒരു കറ്റാർ വാഴ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചിരട്ടയാണ്, ചിരട്ട. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ചിരട്ടയൊന്ന് കത്തിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് റൂട്ടിംഗ് ഹോർമോൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ചിരട്ട സെലക്ട് ചെയ്യുമ്പോൾ നല്ല സാമാന്യം വലുപ്പമുള്ള ഒരു ചിരട്ട എടുക്കുക. അത് നല്ലതായിട്ട് ഉണങ്ങിയതായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ കുറച്ച് ജെല്ല് മാത്രം നമുക്ക് മതി. ഇപ്പോൾ കറ്റാർവാഴ ഞാനൊരെണ്ണം കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഒരു തൈ. അപ്പം കറ്റാർവാഴ വീട്ടിലില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു കറ്റാർവാഴയൊക്കെ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. അപ്പോൾ നമുക്ക് ചിരട്ട ആദ്യമായിട്ടൊന്ന് കത്തിച്ചെടുക്കാം. ചിരട്ട കത്തിച്ചെടുക്കുമ്പോൾ 2-3 ചിരട്ട തന്നെ കത്തിക്കുക. കാരണം നമുക്കതിൻ്റെ നന്നായിട്ട് കരിഞ്ഞ ആ കരി നമുക്ക് കിട്ടണം, ചിരട്ടയുടെ കരി കിട്ടണം. അപ്പോൾ നന്നായിട്ട് കത്തി അതിൻ്റെ തീയൊക്കെ കെട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം മാത്രമേ എടുക്കാവൂ. അപ്പോൾ നമ്മൾ ചിരട്ട കത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ചിരട്ടയുടെ കരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിരട്ട മാത്രം ഇട്ട് കത്തിക്കുക. അതിലേക്ക് മറ്റുള്ള അതായത് നമ്മൾ വിറകുകളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ചിരട്ടക്കരി മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു ചിരട്ട അടുപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിലോ ഇട്ട് ചിരട്ടയ്ക്കൊന്ന് തീ പിടിപ്പിക്കാൻ നേരം നമുക്ക് എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് തീ പിടിപ്പിക്കാം. എന്നിട്ട് മറ്റുള്ള ചിരട്ടയിലേക്ക് ഈ കത്തിയ ചിരട്ടയും കൂടി എടുത്തിട്ട് നമുക്കിതുപോലെ കരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. റൂട്ടിംഗ് ഹോർമോൺസൊക്കെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. പക്ഷെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാകുമ്പം കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ചിരട്ടക്കരി ഒരുപാട് കൂടുതൽ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതെടുത്ത് ഉപയോഗിക്കാം. നമ്മൾ മിക്കപ്പോഴും നമ്മൾ ചെടികൾ നടുമ്പോൾ ഒരുപാട് ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൽ വേര് പിടിക്കാതെ ഇരിക്കുന്നുണ്ട്. അതുപോലെ റോസിൻ്റെ കമ്പൊക്കെ നമ്മൾ മുറിച്ച് വയ്ക്കുമ്പോഴും ചില ചെടികളുണ്ടല്ലോ, വേര് പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചില ചെടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കി വീട്ടിൽ വെക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ ചിരട്ടയൊക്കെ നമ്മളിവിടെ കത്തിച്ച് കരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കത്തിച്ചെടുത്ത ചിരട്ട ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പൊടിക്കാവൂ, അല്ലെങ്കിൽ കൈയൊക്കെ നമുക്ക് പൊള്ളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമുക്ക് മിക്സിയുടെ ജാറിൽ, അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാത്ത പഴയ ജാറുകളൊക്കെ കാണുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ പഴയ ജാറ് പഴയ ജാറുള്ള മിക്സി എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ പൊടിക്കുക. അത്രയൊന്നും പാടുപെടണമെന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. കാരണം പച്ചക്കിരിക്കല് ചിരട്ട നന്നായിട്ട് കത്തി ഇതുപോലെ കരി ആയതിന് ശേഷമാണെങ്കിൽ നമുക്കിങ്ങനെ തന്നെ പെട്ടെന്ന് പൊടിക്കാൻ പറ്റും. എന്തെങ്കിലും ഇതുപോലെ ഇതിപ്പോൾ ചെറിയ നമ്മുടെ കല്ലുണ്ടല്ലോ, കല്ലുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ലില്ലേ, അപ്പോൾ ആ കല്ല് കൊണ്ട് ഇങ്ങനെ പൊടിക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പൊടിയാക്കി ഇതെടുക്കുക. അപ്പം നമ്മുടെ ചിരട്ട അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ടതായ ആവശ്യം തോന്നുന്നില്ല. അപ്പോൾ ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് നമ്മുടെ അലോവേറയുടെ ഒരു ലീഫും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് അലോവേറയുടെ ലീഫ് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നല്ലതായിട്ട് വിളഞ്ഞിട്ടുള്ളൊരു ലീഫാണിത്. ഇതിൽ നല്ല ജെല്ലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ജെല്ലുണ്ട് ഇതിൽ. ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വയ്ക്കേണ്ട, അത്യാവശ്യം നമുക്ക് വേണ്ടത് മാത്രം ഉണ്ടാക്കി വയ്ക്കുക. ചിരട്ട വേണമെങ്കിൽ നമുക്ക് പൊടിച്ച് കൂടുതൽ വയ്ക്കാം. ഇതിൻ്റെ ജെല്ലെടുക്കാൻ വളരെ ഈസിയാണ്. എണ്ണയൊക്കെ കാച്ചിട്ടുള്ളവർക്കറിയാം, അലോവേറ കൊണ്ട് നമ്മൾ എണ്ണയൊക്കെ മുടിയിലേക്ക് ഉണ്ടാക്കി വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുള്ളവർക്കൊക്കെ അറിയാതെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ജെല്ലെടുക്കാം. ഇതിൻ്റെ തൊലി ചെത്തി കളഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ഇതിൻ്റെ ജെല്ല് മാത്രമായിട്ട് എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്തി കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഈ അലോവേറ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ. ഇത് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളൊരു സാധനമാണ് അലോവേറ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇത് വീട്ടിൽ വളർത്തുന്നത് വളരെ നന്നായിരിക്കും. ഒരു തൈയെങ്കിലും നമ്മൾ വെച്ച് പിടിപ്പിക്കണം അലോവേറയുടെ. അപ്പം നമ്മൾ അത്യാവശ്യം ജെല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അലോവേറയുടെ ജെല്ല് നമ്മളെടുത്ത് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് കൊണ്ട് സ്പൂണും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് ശരിയാക്കിയാലും മതി. ഇനി നമ്മുടെ ചിരട്ട പൊടിച്ച് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ, ചിരട്ട പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. ഒരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതാക്കിയെടുക്കാം.
അപ്പോൾ അതെ നമ്മൾ അലോവേറയുടെ ജെല്ലും നമ്മുടെ ചിരട്ടപ്പൊടിയും കൂടെ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുമാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. ചെടി നടുന്ന സമയത്ത് ഏത് ചെടിയാണെങ്കിലും നമ്മളിതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഒരു ചെടി എടുത്തിട്ട് അതിൻ്റെ കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഈ ഭാഗം ഇങ്ങനെയൊന്ന് മുക്കി കൊടുക്കാം. ഇങ്ങനെയൊന്ന് മുക്കി കൊടുക്കുക. കണ്ടോ, ഒരുപാട് വെള്ളമാകരുത്, ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയിട്ട് ഇനി നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് ഇത് നട്ടു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ഹോളൊക്കെ ഇട്ടത്, മണ്ണ് നിറച്ചിട്ടുണ്ട് പകുതി ഭാഗം. അതിലേക്ക് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയ ചെടി നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ബാക്കി മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഏത് ചെടി വേണമെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം. പെട്ടെന്ന് റൂട്ട് പിടിക്കാൻ താമസമുള്ളതാണ് നമ്മൾ കൂടുതലും ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്കല്ലെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ബോൾസത്തിൻ്റെയാണ്. ഇത് നമ്മളിതുപോലെ ഈ റൂട്ടിംഗ് ഹോർമോണിലേക്ക് മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൂടുതലും നമ്മൾ ഇതുപോലത്തെ ബോട്ടിലുകളിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്ക് റൂട്ട് പിടിക്കുന്നത്. കാരണം ഇതിപ്പോൾ നമ്മൾ ഇതിൽ വെച്ച് കൊടുത്താൽ ഇത് അനങ്ങാതെ അവിടെ ഇരുന്നോളും. അതേസമയം വലിയ ചട്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിലോ ഒക്കെ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിരുന്ന് അനങ്ങും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബുദ്ധി. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ ബോട്ടിലാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത്. ഇതും ബോൾസത്തിൻ്റെ ഒരു തൈയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം കുറച്ച് മണ്ണ് നിറച്ചിട്ട് അതിലേക്ക് റൂട്ടിംഗ് ഹോർമോണിൽ മുക്കിയിട്ട് നട്ടുപിടിപ്പിക്കുക. വീണ്ടും കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഏത് ചെടി വേണമെങ്കിലും ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതുപോലെ റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചെടികൾ നമുക്ക് പോയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്ത് റൂട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പം ഏകദേശം ഒരു 15-20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് റൂട്ട് വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. എന്താ പൂ വരെ ആയിട്ടുണ്ട്. ഇതുവരെയും പറിച്ച് നടാൻ. അപ്പോൾ ഗ്രോ ബാഗിലാണ്. കണ്ടോ എത്ര പെട്ടെന്നാണെന്ന് കണ്ടോ റൂട്ടുകൾ വന്നത്. നോക്ക്, ഇത് വളരെ പെട്ടെന്നാണ്. അത് ഈ പൂക്കളുള്ള ചെടിയാണ്. ഇതെല്ലാം ഞാൻ അങ്ങനെ നട്ടുപിടിപ്പിച്ചതാണ്. നമ്മൾ സമയം കിട്ടുമ്പോൾ ഒന്നിച്ച് നമുക്ക് ഇതുപോലൊരു ഗ്രോ ബാഗിലോട്ട് കുറേ തണ്ടുകൾ, ഇതെല്ലാം ഓരോ ചെടിയാണ് കേട്ടോ, ഓരോ ചെടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇനി നമുക്ക് സമയം പോലെ ഇതിലെല്ലാം നമുക്ക് പറിച്ച് നടാം. കണ്ടോ വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കാം. അത് ഏത് ചെടി വേണമെന്നുണ്ടെങ്കിലും ബോൾസൊക്കെ ചിലർ പറയും ഞങ്ങൾ നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് വാടിപ്പോകാറുണ്ട്. പക്ഷെ ഇതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിതിനെ വേര് പിടിപ്പിച്ചെടുക്കാം. ഇനിയും നമ്മളിത് വേറെ വലിയ ചട്ടിയിലേക്ക് മാറ്റിയെടുക്കാം. നമുക്കിഷ്ടമുള്ള ഇത് കുറച്ചും കൂടെ വലിയ ചട്ടിയിൽ ആദ്യം നമ്മൾ ബോട്ടിലൊക്കെ പിടിപ്പിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിൽ നടുന്ന സമയത്ത് നമ്മൾ ഓരോ തണ്ടായിട്ട് അതിൽ നട്ട് കൊടുക്കുക ഗ്രോ ബാഗിൽ. എന്നിട്ട് ഒന്നിച്ച് നമുക്ക് കുറേ ചെടികൾ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും. എന്നിട്ട് നമ്മളിതുപോലെ ചെറിയ ചട്ടികളിലോട്ട് മാറ്റി നട്ട് കഴിഞ്ഞിട്ട് ഇത് കുറച്ചും കൂടെ വലുതാകുമ്പോൾ വലിയ ചട്ടിയിലേക്ക് മാറ്റുക. അങ്ങനെയാണ് ഞാൻ സാധാരണ ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ചെടികൾ ആദ്യം നടുന്ന രീതികളും പിന്നീട് അത് വലിയ ചട്ടികളിലേക്ക് മാറ്റുന്നതും. ആ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് ചെടികളൊക്കെ അങ്ങനെ നട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അധികം വന്ന ഈ നമ്മുടെ ഈ റൂട്ടിംഗ് ഹോർമോൺ ഇനി വെച്ചിരിക്കേണ്ട. നമുക്ക് ഇന്ന് തന്നെ ബാക്കി ചെടികൾക്കും ഇത് ചെയ്ത് നമുക്കിതുപോലെ നടാം. കാരണം ഇത് അലോവേറ ജെല്ലൊക്കെ ചേർത്തതായതുകൊണ്ട് നമുക്ക് ഇനി വെച്ചിരിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കണ്ടോ, റൂട്ട് മിറാക്കിൾ എന്ന് പറഞ്ഞ് നമുക്കിതുപോലെ വാങ്ങാൻ കിട്ടും. നമുക്കിത് വാങ്ങേണ്ട ഒന്നും ആവശ്യമില്ല. ഇതിലൊക്കെ എന്തായാലും കെമിക്കലൊക്കെ ചേരുന്നതല്ലേ. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതായതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു അലോവേറയും വേണം, ചിരട്ടയും വേണം, മാത്രം മതി നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇത് നേരത്തെ വാങ്ങി ഇവിടെ വെച്ചിരുന്നതാണ്. ഇതും അതേപോലെ തന്നെ നമ്മൾ ചിരട്ട പൊടിച്ചെടുത്ത പോലുള്ള പൊടിയാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പം നമുക്ക് തന്നെ ഈ ചിരട്ട പൊടിച്ചെടുത്തിട്ട് അലോവേറയും കൂട്ടി നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല ചെടികളൊക്കെ നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട് വളർത്തുക. റൂട്ടിംഗ് ഹോർമോണൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. ഇഷ്ടംപോലെ ചെടികൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കാണുന്നതിന് നല്ല ഭംഗിയല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.